നിങ്ങളുടെ സ്വന്തം ജസീന മിസ് ആണ്. എടാ മക്കളെ, ഓണം എക്സാം ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. പക്ഷെ എൻ്റെ മക്കളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. സെറ്റ് ആവാത്തവരൊക്കെ എന്ത് ചെയ്യുക, സെറ്റ് ആവുക കേട്ടോ. ഓക്കെ, പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, അതെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നല്ല അടിപൊളി മാർക്ക് തന്നെ മേടിക്കണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഓണം എക്സാമിന് എത്ര പോർഷൻസ് ഉണ്ട്, അതായത് എത്ര യൂണിറ്റുകൾ ഉണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, ദെൻ ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ, അതായത് പ്രധാനമായിട്ടും വരുന്ന, അതായത് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഏതാന്നൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, അതായത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ് എന്താ, ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിനാണ് ചോദ്യം വരിക അല്ലേ? ആ മാർക്കിനനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് ഞങ്ങൾക്ക് കൊടുക്കാലോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുള്ളേടാ. യെസ്, അതിനൊരു ഉത്തരമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞ ഇയറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സിലബസ് ചേഞ്ച് ആയിട്ടുണ്ട്. സോ ആ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷെ ആ ഒരു ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഓരോ ചാപ്റ്റേഴ്സിന്റെയും വെയിറ്റേജ് ഇതേ മിസ് പറഞ്ഞുതരാം. സോ ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഏത് ചാപ്റ്ററിൽ നിന്നാണോ കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ആ ചാപ്റ്ററിന് ആ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്കറിയാം 2 യൂണിറ്റുകളാണ് നമ്മുടെ എക്സാമിനുള്ളത്. ദെൻ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഗിഡ്കിയിൽ നിന്നും 7 മാർക്കിനാണ് കഴിഞ്ഞ തവണ ചോദ്യം വന്നിട്ടുള്ളത്. എത്ര മാർക്കിനാണ്? 7 മാർക്കിന്റെ ചോദ്യം. ദെൻ അതുപോലെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹൈക്കുവിൽ നിന്നും 3 മാർക്കിന്റെ ചോദ്യം വന്നിട്ടുണ്ട്. സോ ഈ വർഷവും നമുക്കത് തന്നെ പ്രതീക്ഷിക്കാം. ദെൻ അടുത്തത് മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റെയിൻ ബസേരം എന്ന് പറഞ്ഞുള്ള നമ്മുടെ ചാപ്റ്ററിൽ നിന്നും എന്താണ്, 12 മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട്. എത്ര മാർക്കിനാണ്? 12 മാർക്കിന് എന്ത് ചെയ്തിട്ടുണ്ടടാ, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മേരി ദുനിയാ കെ തമാം ബച്ചയിൽ നിന്നും എന്താണ്, 6 മാർക്കിന്റെ ചോദ്യവും ദെൻ വൈറ്റ് ക്യാപ്പിൽ നിന്നും 7 മാർക്കിന്റെ ചോദ്യം. ഓക്കെ, അപ്പം നമ്മുടെ ചാപ്റ്റേഴ്സ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് റെയിൻ ബസേരം എന്ന് പറഞ്ഞ നമ്മുടെ ചാപ്റ്റർ ആണ്. ഓക്കെ, ദെൻ ഇത് കൂടാതെ ഒരു 4-5 മാർക്കിന് പുറമെ നിന്നും നമുക്കൊരു ചോദ്യം വരും. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ സോ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ തുടങ്ങിക്കോളാം. നമ്മുടെ മുന്നിൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ എന്ത് ആയിക്കോളാം, സീരിയസ് ആയിക്കോളാം, പേടിക്കേണ്ട. ദെൻ ഇതിനുള്ളൊരു സൊല്യൂഷൻ, അതായത് ഈ വെയിറ്റേജിനനുസരിച്ച് ഏതൊക്കെ ചോദ്യങ്ങളാണ് വരിക, ഷുവർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, പ്രഡിക്ഷൻസ്, അതായത് നിങ്ങൾക്ക് പ്രഡിക്ഷൻസ് വേണമല്ലോ, വേണം, ഞങ്ങൾ തന്നിരിക്കും. സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാനുള്ള ഒരു സൊല്യൂഷൻ കൂടി മിസ് തരാണ് നമ്മളുടെ ഓണത്തിന്റെ RMS സ്പെഷ്യൽ ബാച്ച്. ഒരു സ്പെഷ്യൽ ബാച്ച് ഈ ഒരു ഓണം സംബന്ധിച്ച്, അതായത് ഓണം എക്സാം നിങ്ങൾക്ക് കളറാക്കി തരാൻ, ഓണം നമുക്ക് കളറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഒരു RMS സ്പെഷ്യൽ ബാച്ച്. എത്രടാ, വെറും 999 രൂപ മാത്രമേ ഈ ഒരു ബാച്ചിനുള്ളൂ. സോ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ഒരു പൈസ, അതായത് നിങ്ങൾക്ക് ഹിന്ദി മാത്രമല്ല, ഈ ഒരു പൈസ കൊണ്ട് നിങ്ങളുടെ മുഴുവൻ സബ്ജക്റ്റിലെയും മുഴുവൻ കാര്യങ്ങൾ, റെക്കോർഡഡ് ക്ലാസ്സസ്, ഇതാണ് RSQ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും, പ്രഡിക്ഷൻ PDF കിട്ടും, ദെൻ പ്രഡിക്ഷൻ വീഡിയോ, മൈക്രോബിറ്റ്, മൈൻഡ് മാപ്പ്, അതുപോലെ 3 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇതുപോലെ ആ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരാം. അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നും വരുന്ന ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ അരക്കി പെറുക്കി എടുത്തിട്ടാണ് ഞങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തത്. സോ നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ സാധിക്കും. അപ്പൊ ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തുണ്ട്, അതിന്റെ ലിങ്ക് ഉണ്ട്, നമ്മുടെ ബാച്ചിന്റെ ലിങ്ക് ഉണ്ട്. സോ ഇപ്പൊ തന്നെ കയറി രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ പേര് ആഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ജസീന K10 എന്ന് പറയുന്ന ആ ഒരു കോഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. സോ ഇപ്പം തന്നെ ചെയ്തോളാം, മടിക്കേണ്ട. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ பார்க்கலாம்.